എടി ചേച്ചി, കുറച്ച് വെള്ളം കൊണ്ടുവന്നേ എനിക്ക്. നിനക്കെന്താടാ കയ്യും കാലില്ലേ? വേണമെങ്കിൽ പോയി എടുത്ത് കുടിക്ക്. നീ ഇപ്പൊ കുടിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പോയി എടുത്തോണ്ട് അടി. പിന്നെ പിന്നെ ഞാനെന്താ നിന്റെ വേലക്കാരിയാ? വേണമെങ്കിൽ എടുത്ത് കുടിച്ചാൽ മതി, എനിക്ക് നിർബന്ധമില്ല പറഞ്ഞില്ലേ? പോടാ. പിന്നെ അവ എന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു. നിന്നോട് ഞാൻ പറയും, അതനുസരിച്ചാൽ മതി. നീ എന്നെ ഭരിക്കാൻ വരണ്ട കേട്ടോ. നീ ആരാടി എന്നെ ഭരിക്കാന്? പോടി പ്രാന്തി. എങ്കിൽ നീ പോയി ഒറ്റയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കടാ. അവൻ എന്താ പറയുന്നേ? ചേച്ചി ഇടി പോയി കുറച്ച് വെള്ളം കൊണ്ടുപോടി. എന്താണിപ്പത്? ചേച്ചി കുറച്ച് വെള്ളം കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ തരക്കേടില്ല. കൊണ്ടുവാടി. അയ്യോ, നിന്നെക്കാട്ടി മൂത്തതല്ലേ. നീ ആ ഒരു ബഹുമാനമൊന്നും എനിക്ക് തരുന്നില്ലല്ലോ. അപ്പൊ നിനക്ക് ഞാൻ വെള്ളം കൊണ്ടുവന്ന് തരില്ലടാ. വേണമെങ്കിൽ പോയി എടുത്ത് കുടിക്കും. പിന്നെ എന്നെക്കാട്ടിലും 1.5 വയസ്സിന് മൂത്ത നിന്നെയല്ലേ ഞാൻ ബഹുമാനിക്കുന്നത്. നിന്നെ ഞാൻ ബഹുമാനിക്കുകയില്ലടി. ബഹുമാനിക്കണ്ട, പോയി പണി നോക്കടാ നീ. എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കട്ടെ. നോക്കടാ, ഫുൾ ഗ്ലാസ് വെള്ളമാണ് നിന്റെ മുന്നിൽ. ഇത് ഞാൻ ഇപ്പോൾ കുടിക്കുന്നു, കാണിച്ചു തരാം കേട്ടോ. എടി, നീ എന്തായാലും വെള്ളം എടുക്കാൻ പോയി. അപ്പൊ എനിക്കും കൂടെ ഒരു ഗ്ലാസ് എടുക്കായിരുന്നില്ലേ? പിന്നെ ദൈവം എനിക്ക് തന്ന പോലെ തന്നെയല്ലേ നിനക്ക് കയ്യും കാലും തന്നിരിക്കുന്നേ. പിന്നെന്താ? എന്നാലും നീ അടുക്കളയ്ക്ക് പോയില്ലേ? പിന്നെന്താ എനിക്ക് കൊണ്ടുവന്നാല്? ഒന്ന് പോടാ കൊറട്ടടക്കെ. കൊറട്ടടക്കം നിന്റെ കെട്ടിയോന്. ഞാൻ വെള്ളം കുടിക്കട്ടെ, ദാഹിച്ചിട്ട് വയ്യ. അശ്യോ, കുറച്ച് കുടിക്കുമ്പോഴേക്ക് മതിയായല്ലോ. നിനക്ക് മതിയെങ്കിൽ ബാക്കി എനിക്ക് ആട്ടെ, ഞാൻ കുടിക്കാം. പിന്നെ എന്നെ ഇത്ര നേരം ഓരോന്ന് പറഞ്ഞതല്ലേ, നിനക്ക് ഞാൻ തെല്ലടാ. വേണമെങ്കിൽ പോയി അടുക്കളയിൽ നിന്ന് കുടിച്ചോ. ബാക്കി വന്നാലും വേണ്ടില്ല. കണ്ട അവളുടെ കുനിഷ്ഠ സ്വഭാവം. ബാക്കി വന്ന വെള്ളം ചോദിച്ചിട്ട് പോലും തരുന്നില്ല. തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല. എന്തൊരു വൃത്തികെട്ട സാധനമാണത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ വൃത്തികെട്ട സാധനമാണ്. നീ പോയി പണി നോക്ക്, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇതിന് വരുന്ന ചക്കനൊക്കെ ഇതിനെ തല്ലിക്കൊല്ലും, ഉറപ്പാണ്. ചിലപ്പോ തല്ലിക്കൊല്ലും. നിന്റെയൊക്കെ സ്വഭാവമാണെങ്കിൽ ഉറപ്പായിട്ടും തല്ലിക്കൊല്ലും. തല്ലിക്കൊന്ന നീ ജയിലിൽ പോകും, അത്രേ ഉള്ളൂ. ഞാനല്ലേ ജയിലിൽ പോണു, നീയൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് സഹിച്ചു, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അവനെന്നെ ജയിലിൽ കയറ്റാൻ നടക്കുന്നു, ഭ്രാന്തൻ.